പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്ത് ലോറി മറിഞ്ഞ് 4 വിദ്യാർത്ഥിനികൾ മരിച്ച സംഭവത്തെ തുടർന്ന് മേഖലയിലെ അപകട സാധ്യത കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം. അപകട സാധ്യതയുള്ള 10ലേറെ കേന്ദ്രങ്ങളാണ് പ്രദേശത്തുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസം 4 വിദ്യാർത്ഥിനികൾ മരിച്ച പനയമ്പാടം തന്നെയാണ് പാലക്കാട് മണ്ണാർക്കാട് പാതയിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്ന മേഖല. കഴിഞ്ഞ 6 വർഷത്തിനകം 30ലേറെ പേർ മരിച്ചു എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇതിൻ്റെ പ്രധാന കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ്. ഇത്രയും അപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം റോഡിൻ്റെ ഒരു അപാകത തന്നെയാണ് ഇവിടെ കാരണം. അപ്പോൾ ഇതിനു മുമ്പും ആക്സിഡൻറ്റുകൾ നടന്നപ്പോൾ ഇവിടെ എന്താ പറയുക സമരമുറകളായിട്ടും കാര്യങ്ങളായിട്ടും ഇവിടെ ജനങ്ങളും ഞങ്ങളും എല്ലാവരും മുന്നോട്ട് പോയിരുന്നതന്നെയാണ്. പക്ഷേ ഇതുവരെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അധികാരികൾ ശരിക്കും കണ്ണു തുറന്നിട്ടില്ല. ഇന്നിപ്പോൾ അങ്ങനെ കണ്ണു തുറക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നലെ ഇപ്പോൾ ഈ മരണപ്പെട്ട 4 കുട്ടികളുടെ മരണം നമുക്ക് ഒഴിവാക്കായിരുന്നു. നമ്മളൊക്കെ ചിലപ്പോൾ 2 വീലർ കൊണ്ടൊക്കെ വരുമ്പോഴും അത്യാവശ്യം കുറച്ച് സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ തെന്നി പോകുന്നത് നമുക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ സ്കൂൾ വിടുന്ന സമയത്തൊക്കെ ആകുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണത്. പനയമ്പാടത്ത് ഇപ്പോൾ കളക്ടറുടെ നേതൃത്വത്തിൽ ആ പ്രശ്നം പരിഹരിക്കാനെല്ലാം തന്നെ ധാരണയായിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്ന മേഖല ഇതുതന്നെയാണ് എന്നുള്ളത് ഇപ്പോഴും നാട്ടുകാരെ പേടിപ്പെടുത്തുന്നുണ്ട്. പനയമ്പാടം പോലെ തന്നെ അപകടമുള്ള ഒരു മേഖലയാണ് കല്ലടിക്കോടിന് സമീപമുള്ള അയ്യപ്പൻകാവ്. 1 മാസം മുമ്പ് 5 യുവാക്കളാണ് ഇവിടെയുണ്ടായ അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. നമുക്ക് ഈ പ്രദേശത്തുള്ള ആളോട് തന്നെ ചോദിക്കാം. ഇതും ഈ മേഖലയിലൊരു പ്രധാനപ്പെട്ട അപകട മേഖലയാണല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം 5 യുവാക്കൾ മരിച്ചെന്ന് പറഞ്ഞാൽ ഒരു കാരണം അവരുടെ ഒരു അശ്രദ്ധ കാരണം തന്നെ. ഒരു മരണമല്ല, ഈ അയ്യപ്പൻകാവ് ഏരിയേൻ്റെ ഇപ്പം തന്നെ ഈ ഒരു 3-4 കൊല്ലത്തിൽ പിന്നെ നമ്മുടെ ലോനച്ചൻ്റെ മകനൊന്ന്, ഈ 5 അപകടം ഒന്ന്, ഈ കുട്ടിയൊന്ന്, അതല്ലാതെ വേറെ ഒരു അജ്ഞാതനായിട്ട് മരിച്ചാൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഈ ദാരുണകരമായ ആ ഒരു കൊടുമ്പളവ് വലിയൊരു പ്രശ്നമാണ്. അതാണ് പറയുന്നത്. അയ്യപ്പൻകാവിൽ നിന്ന് ആളുകൾക്ക് പറയാനുള്ളത് ഇവിടെയുള്ള അമിത വേഗത തന്നെയാണ്. ഡ്രൈവർമാർ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി അയ്യപ്പൻകാവിലൂടെ യാത്ര ചെയ്യുന്ന അവർ ശ്രദ്ധയോടുകൂടി തന്നെ വാഹനം ഓടിക്കണം എന്നുള്ളതാണ് നാട്ടുകാർക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പാലക്കാട് മണ്ണാർക്കാട് പാതയിൽ അപകടമുണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ചൂരിയോട്. എനിക്ക് പുറകിൽ കാണുന്ന ഈ സ്ഥലം, ഈ വളവ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും അത്രയേറെ അപകടകരമായ ഒരു വളവാണ് ഈ ചൂരിയോട് എന്ന് പറയുന്നത്. ശരിക്ക് ഈ വളവ് നിവർത്തി കൂടുതൽ ദൂരക്കാഴ്ച കിട്ടുന്ന തരത്തിൽ റോഡുണ്ടായാൽ മാത്രമാണ് അപകടം കുറയുക. ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കും. ഇതൊരു സ്ഥിരം അപകട മേഖലയാണ്. ഇതൊരു സ്ഥിരം അപകട മേഖല എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 2-3 ചെറിയ അപകടങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ അധികൃതരെ ശ്രദ്ധയിൽപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെറിയ അപകടങ്ങളാകുമ്പോൾ വണ്ടിക്കാർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് അവർ പോകും. പോലീസുകാർ വരും, കുറച്ച് നേരം ഇവിടെ നിൽക്കും, അങ്ങനെ പോകും. ഇതിപ്പോൾ ഈ റോഡ് പണിയെടുത്ത സമയത്ത് തന്നെ ഈ റോഡ് സ്ലോപ്പാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇങ്ങനെ സ്ലോപ്പായിട്ടാണ് ഈ റോഡ് നിൽക്കുന്നത്. ഇത് സ്റ്റഡി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ഇത്ര അപകടങ്ങൾ ഉണ്ടാവില്ല. ഏതൊരു ബസ് ഇപ്പോൾ മണ്ണാർക്കാട് നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന ബസ്സുകൾ എങ്ങനെ പിടിച്ചാലും ഓവർ സ്പീഡിൽ വരുമ്പോൾ ആ സൈഡിൽ കൂടെ പോകണത്. അങ്ങനെ ബസ്സിലും അതുപോലെ തന്നെ സ്കൂട്ടറുകളായിട്ടും പല അപകടങ്ങളും ഇവിടെ നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പും ഇത് ഊരാളുങ്കൽ സൊസൈറ്റി ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജനങ്ങൾ ഇവിടെ ബന്ധപ്പെട്ടിട്ട് അവിടെ സ്ഥലം ഏറ്റെടുത്തതാണ്. ആ സ്ഥലമുടമ അവിടെ സ്ഥലം ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലമുടമ സ്ഥലം കൊടുത്തതാണ്. പക്ഷേ ആ ഏറ്റെടുത്ത സ്ഥലത്തേക്ക് ഒന്നും ചെയ്യാതെ നിലവിലുണ്ടായിരുന്ന റോഡ് മിനുക്കുപണി ചെയ്ത് പോയി അങ്ങനെ ആക്കിയിട്ടതാണ് ഇവിടെ. മഴച്ചാറിൽ വന്നാൽ സ്ഥിരം അപകടം. ഇന്നിപ്പോൾ 2 അപകടം ഇവിടെ ഉണ്ടായി. ഒരു വണ്ടി വന്ന് ബസ്സിൻ്റെ മൂട്ടിലിടിച്ചു. അത് പോലീസ് വന്ന് നേരാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടിപ്പർ ലോറിക്ക് വന്ന് ഭാരത് ബെൻസ് ഇടിച്ചു. ഈ പ്രദേശത്തുള്ള അബ്ബാസ് അദ്ദേഹം പറയുന്ന ഇവിടെ സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകുന്നു, ഈ വളവ് നിവർത്താനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. സ്ഥലം വിട്ടുകൊടുത്തിട്ടും എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ കൗതുകകരമായി തോന്നുന്നു. അതോടൊപ്പം തന്നെ ഈ മനഃപൂർവ്വമുള്ള അനാസ്ഥ നമ്മൾ കണ്ടതാണ്. മനഃപൂർവ്വമുള്ള അനാസ്ഥയ്ക്ക് 4 കുരുന്നുകളാണ് കഴിഞ്ഞ ദിവസം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. പനയമ്പാടത്തും അയ്യപ്പൻകാവിലും ചൂരിയോടും മാത്രമല്ല 10ലേറെ അപകട മേഖലകൾ ഈ പാതയിലുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്.
റോഡ് അപകടരഹിതമാക്കുക എന്നത് അധികൃതരുടെ ഉത്തരവാദിത്തമാണെങ്കിലും ശ്രദ്ധയോടുകൂടി വാഹനമോടിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ക്യാമറാമാൻ രമേശ് രാമിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.